എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യുന്ന നാട്ടുപോര് എന്നീ പരിപാടിക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളാഞ്ചേരി നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ വളാഞ്ചേരി നഗരസഭയിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിനെ എന്നതിനെക്കുറിച്ച് നമുക്ക് നേരിട്ട് നമ്മുടെ ജനപ്രതിനിധികളോട് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് UDFൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ പങ്കെടുക്കുന്നത് മുജീബ് വാലാസിയാണ്, UDF കൗൺസിലറാണ്. സ്വാഗതം. LDFൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ ഉള്ളത് KP യാസർ അറഫാത്താണ്. സ്വാഗതം. മറ്റൊന്ന് BJPയുടെ അനിൽകുമാർ, KT അനിൽകുമാർ, മണ്ഡലം പ്രസിഡൻ്റാണ്. നമുക്ക് ഇപ്പോൾ ഈ വളാഞ്ചേരി നഗരസഭയുടെ വികസന പ്രവർത്തനം എന്തൊക്കെയാണെന്ന് നമുക്ക് നേരിട്ട് ഇവരോട് തന്നെ ചോദിക്കാം. ഈ കഴിഞ്ഞ 10 വർഷമായി നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്, 2 ടേം. എന്തെല്ലാം എടുത്തു പറയത്തക്ക വികസനങ്ങളാണ് ഈ നഗരസഭയിൽ UDFൻ്റെ ഭരണസമിതി ചെയ്തിട്ടുള്ളത്? വളാഞ്ചേരി നഗരസഭ കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ നാടിൻ്റെ സർവോത്മകമായ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നിൽ നിന്ന് നയിക്കുകയാണ്. നമുക്കറിയാം, ആദ്യത്തെ തന്നെ 2015 ആദ്യമായിട്ട് നഗരസഭ ആയ ഒരു സമയമായിരുന്നു. ആ 5 വർഷം കിട്ടിയ ഫണ്ട് ഉപയോഗിച്ച് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തി. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജനങ്ങൾ വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണിയെ ഈ നഗരസഭയിൽ അധികാരത്തിൽ വന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളാണ് ഈ നഗരസഭ ചെയ്തിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 5 വർഷത്തിനുള്ളിൽ ഏകദേശം 197 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് ചരിത്രമാണ്. ഈ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇത് മറ്റൊരു നഗരസഭക്കും തൊട്ടടുത്തൊന്നും അവകാശപ്പെടാൻ വരാത്ത, അല്ലെങ്കിൽ പഞ്ചായത്തുകൾക്ക് അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ വികസനം. അത് എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ക്ഷേമ മേഖലയിൽ, അതുപോലെ തന്നെ മരാമത്ത്, ഏറ്റവും കൂടുതൽ എല്ലാ വാർഡുകളിലേക്കും ഏറ്റവും കൂടുതൽ റോഡുകൾ വന്നൊരു കാലഘട്ടമാണ്. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയ്ക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അർബൻ ഹോസ്പിറ്റൽ ഇന്ന് വളാഞ്ചേരിക്ക് സ്വന്തം. 13,000 സ്ക്വയർ ഫീറ്റിൽ ഇന്ന് കാവുംപുറത്ത് നിൽക്കുന്നത്. അതിൻ്റെ കീഴിൽ 3 വെൽനസ് സെൻ്ററുകൾ, ഒന്ന് കഞ്ഞിപ്പുരയിലുണ്ട്, കാട്ടിപ്പരുത്തിയുണ്ട്, അതുപോലെ തന്നെ കുളമംഗലത്തുണ്ട്. കഞ്ഞിപ്പുരയിലും കാട്ടിപ്പരുത്തിയിലും സ്വന്തമായി കെട്ടിടം നിർമ്മിച്ചുകൊണ്ടാണ് ഈ ഭരണസമിതി അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അങ്ങനെ ഒട്ടനവധി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പല പദ്ധതികളുണ്ട്. അതിലേക്ക് അപ്പുറം യുവാക്കളുടെ ഒരു വലിയ സ്വപ്നമായിരുന്നു നമ്മുടെ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയം എന്ന് പറയുന്നത്. 2 ഏക്കറിൽ ഈ പ്രദേശത്തൊന്നുമില്ലാത്ത രീതിയിൽ ഏറ്റവും വലിയ 11 സ്റ്റേഡിയം കൂടി ഈ സമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ടാണ് ഈ നഗരസഭ ഭരണസമിതി ഇന്ന് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിടാൻ പോകുന്നത്. പ്രതിപക്ഷം എന്ന രീതിയിൽ എന്താണ് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ച വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, ഈ സംവാദം നടക്കുന്ന ഈ സദസ്സിൻ്റെ തൊട്ടപ്പുറത്തൊരു കെട്ടിടം കാണാം. അഥവാ ഈ 197 കോടി പദ്ധതി ഇവിടെ ആസൂത്രണം ചെയ്ത് വലിയ സ്റ്റേഡിയം ഉണ്ടാക്കി ഇവിടെ വലിയ വികസന പദ്ധതികളൊക്കെ നടപ്പാക്കി എന്ന് പറയുന്നവർ, അവർ ഭരിക്കുന്ന ഈ കെട്ടിടം 10-40 കൊല്ലം പഴക്കമുള്ള, ഏകദേശം ഗ്രാമപഞ്ചായത്തായിട്ട് മാരാത്തു അദ്വാജി, അതുപോലെ തന്നെ പാലറ ഹംസാജി, അതുപോലെ തന്നെ അബു യൂസഫ് ഗുരുക്കൾ, TP മൊയ്തീൻകുട്ടി, TP അബ്ദുൽ ഗഫൂർ, ചെയർപേഴ്സണായിട്ട് ഷാഹിന ടീച്ചർ, റുഫീന, ഇപ്പോൾ ഇരിക്കുന്ന അഷ്റഫ് അമ്പലത്തിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇരിക്കുന്നത് പഴയ പഞ്ചായത്ത് കെട്ടിടത്തിലാണ്. ആ കെട്ടിടം ഒന്ന് നവീകരിക്കാനും ഒരു പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ പോലും ഈ 10 വർഷക്കാലമായി ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, ഏറ്റവും ഭരണനേട്ടത്തിൻ്റെ ഏറ്റവും വലിയ പൊള്ളയും പരാജയവും സ്വന്തം ഇരിപ്പിടം പോലും ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ഉദാഹരണമാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇവിടുത്തെ റോഡ് പറയുകയാണെങ്കിൽ, നഗരസഭാ ചെയർമാൻ്റെ വാർഡിലാണ് ഉൾപ്പെടുന്ന പ്രദേശത്തു കൂടിയാണ് വളാഞ്ചേരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മീമ്പാറ വൈക്കത്തൂർ ബൈപ്പാസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റിങ് റോഡ് കടന്നു പോകുന്നത്. ആ റോഡിൻ്റെ ഒരു അവസ്ഥ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കുണ്ടും കുഴിയും കുളവും ഇല്ലാതെ ആ റൂട്ടിലൂടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ ഉണ്ട്. അത് നേരാക്കാൻ നേരണ്ടായിട്ടില്ല. പക്ഷേ അതേ വാർഡിൽ തന്നെ പോയാൽ കാണാം പൊട്ടിപ്പൊളിയാത്തൊരു റോഡ്. അത് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ട് വികസന നായകൻ്റെ ഫോട്ടോ വെച്ച് വലിയ അഭിമാനം കൊള്ളുന്നവരായി ഇവർ മാറുകയാണ്. KNRC കുണ്ടും കുഴിയുള്ള റോഡ് അവരെ വാഹനം കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് മണ്ണിട്ട് കൊടുത്തപ്പോൾ, ആ ടാറിട്ട സ്ഥലം അല്ലെങ്കിൽ ആ മണ്ണിട്ട സ്ഥലം അതും വികസന നായകൻ എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്ന വലിയ പൊടിക്കൈകളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ആരോഗ്യ മേഖല ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ വലിയൊരു അർബൻ ഹോസ്പിറ്റൽ കാവുംപുറത്ത് ഉണ്ടാക്കി എന്ന് പറയുന്ന അതേ ആളുകളോട് വെല്ലുവിളിക്കുകയാണ്. അവിടുത്തെ സ്റ്റാഫിനൊന്ന് മൂത്രമൊഴിച്ചാൽ കഴുകാനുള്ള വെള്ളം പോലും ആ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഇല്ല. അത് നടപ്പിലാക്കാൻ കഴിയാത്തവരാണ്, അല്ലെങ്കിൽ
വികസനങ്ങൾ കണക്ക് പറയുന്നുണ്ട്, അത് കടലാസിലാണ്. അതിൻ്റെ ഓഡിറ്റിൻ്റെ കണക്കും ഞാൻ പറയാം. 10 വർഷത്തെ ഭരണകാലം എങ്ങനെയാണ് നിങ്ങൾ വിലയിരുത്തുന്നത്? എല്ലാവർക്കും നമസ്കാരം. വളാഞ്ചേരി പഞ്ചായത്ത് മാറി 10 വർഷമായി മുനിസിപ്പാലിറ്റി ആയിട്ട് മുനിസിപ്പാലിറ്റിയുടെ 10 വർഷത്തെ ഭരണത്തെക്കുറിച്ച് പ്രിയ സുഹൃത്ത് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഏറ്റവും വലിയ വികസനമായിട്ട് ചൂണ്ടിക്കാണിച്ചത് അർബൻ ഹോസ്പിറ്റലിനെ കുറിച്ചാണ്. എത്രയോ വർഷങ്ങളായിട്ട് നമ്മളുടെ വളാഞ്ചേരിക്കാരുടെ സാധാരണക്കാരുടെ ആശ്രയമായിരുന്ന മാരാങ്കുന്നത്ത് ഹോസ്പിറ്റൽ, അതിൻ്റെ അവസ്ഥ കൂടി ഒന്ന് എൻ്റെ സുഹൃത്ത് വിശദീകരിക്കേണ്ടതുണ്ട്. അത് ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എന്നും ഒരു മുടക്കാച്ചരക്കായി ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മാറിയിരിക്കുകയാണ്. മറ്റൊന്ന്, നമ്മൾ ടർഫിനെ കുറിച്ച് പറഞ്ഞു. 2008 തണ്ണീർത്തട സംരക്ഷണ നിയമം അനുസരിച്ചുകൊണ്ട് ഒരു 2 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും അടയ്ക്കേണ്ട ഒരു പ്രവൃത്തിയാണ് ഈ നഗരസഭ ചെയ്തിട്ടുള്ളത്. അത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയില്ലാതെ, കൃഷി വകുപ്പിൻ്റെ അനുമതിയില്ലാതെ, തണ്ണീർത്തട സംരക്ഷണ നിയമം സംരക്ഷിക്കാതെ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ടർഫ് നിർമ്മിച്ചിട്ടുള്ളത്. അത് 1,70,00,000 രൂപയാണ് ആ ടർഫ് നിർമ്മിക്കാൻ വേണ്ടി ചിലവായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം 1,70,00,000 രൂപ ആ ടർഫിന് വേണ്ടിയിട്ട് ചിലവായിട്ടുണ്ടോ എന്നുള്ളത് അവിടെ പോകുന്ന എല്ലാവർക്കും മനസ്സിലാകും. വളരെ പരിഹാസ്യ രൂപേണ ആ വികസന നായകനെക്കുറിച്ച് നാട്ടിലെല്ലാം തന്നെ ചർച്ചയാണ്. മറ്റൊന്ന്, ഈ വളാഞ്ചേരിയെ ശ്വാസം മുട്ടിച്ചിരുന്ന ഒരു ഗതാഗത പ്രശ്നം, അതിനിപ്പോൾ ഏകദേശം പരിഹാരം വന്നിട്ടുണ്ട്. ഒരു ഘട്ടത്തിലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നമായിട്ട് മറ്റൊന്നപ്പുറത്ത് നിൽക്കുകയാണ് വട്ടപ്പാറയിലെ സർവീസ് റോഡ്. ആ വട്ടപ്പാറയിലെ സർവീസ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വളാഞ്ചേരിയിലെ ജനങ്ങളും വളാഞ്ചേരി തൊട്ടടുത്ത പ്രദേശങ്ങളിലെ ജനങ്ങളും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങളാണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണ വഴിയോര കച്ചവടക്കാരാണെങ്കിലും എല്ലാ കച്ചവടക്കാരും. അപ്പോൾ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ വളാഞ്ചേരിയിൽ 1-2 സ്ഥാപനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വികസനമല്ലാതെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് സാധിച്ചിട്ടില്ല, കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സാധിച്ചിട്ടില്ല. അങ്ങനെ 100 ജീവൽ പരിഹരിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സാധാരണ ജനങ്ങൾ പോകുന്നത്. ആ ഈ 197 കോടിയുടെ പദ്ധതികൾ, ആ പദ്ധതികൾ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരിക്കുമെന്നുകൂടി. ഓക്കെ, ഇതിലിപ്പോൾ പ്രധാനമായിട്ട് ഒരു ഉന്നയിച്ച 3 വിഷയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, സ്വന്തമായിട്ടൊരു ഇരിപ്പിടമില്ല എന്നുള്ളത് വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. 10 വർഷത്തെ ഭരണം കിട്ടിയിട്ട് സ്വന്തമായിട്ടൊരു വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്നത് അതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഇവിടെ വലിയ വികസന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിലൊന്നും ഇവിടെ 2 ആളുകൾക്കും ഒന്നും പറയാനില്ലാതെ അവസാനം ബിൽഡിങ് ഇരിക്കാൻ സ്ഥലമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. 10 കൊല്ലമായിട്ട് ഒരു പ്രശ്നമില്ല. അവിടെ വളരെ നല്ല സുഖകരമായ രീതിയിൽ കൗൺസിൽ നടക്കുന്നുണ്ട്. വളാഞ്ചേരി നഗരസഭയിൽ എല്ലാത്തരം മീറ്റിങ്ങുകളും നടക്കുന്നുണ്ട്. ഇവിടെ കിഫ്ബി ഞാൻ പറഞ്ഞുതരാം. അല്ല, അതിലേക്ക് വരികയാണ്. സ്വന്തമായിട്ടുള്ള കെട്ടിടം തന്നെയാണ് ഇത് സ്വന്തമായി കെട്ടിട. ഇതിന് തൊട്ട അപ്പുറത്ത് മാത്രമേ ഞാൻ പറഞ്ഞേക്ക്. അതായത് വളാഞ്ചേരി നഗരസഭയുടെ വാടക കെട്ടിടത്തിലാണ് ഇവരുടെ യോഗം ചേരുന്നത്, കൗൺസിൽ ചേരുന്നത്. 12 കോടി ഉറുപ്പിയുടെ പദ്ധതി ഈ നഗരസഭയുടെ കെട്ടിടത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ 2015 മുതൽ നമ്മൾ അതിൻ്റെ പിന്നാലെയാണ്. ഇതിൻ്റെ ആരാണ് അനുമതി തരേണ്ടത്? ഈ സർക്കാർ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞ ഒരു കാലങ്ങളിലായി ഇതിൻ്റെ പിന്നാലെ നടന്നിട്ട് പോലും കിഫ്ബി എന്ന് ഓമന പേരിട്ടുകൊണ്ട് ഈ പദ്ധതി 12.5 കോടിയുടെ DPR തയ്യാറാക്കിയിട്ട് എത്ര വർഷമായി? അതിനൊരു അനുമതി തരാത്തത് ഈ ഇവിടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ്. 12.5 കോടി ഒരു പദ്ധതി എന്ന നഗരസഭ നഗരസഭയുടെ ഇവിടെയുള്ള ബംഗ്ലാംകുന്നിലുള്ള സ്വന്തം സ്ഥലമല്ല, അത് നമ്മൾ റവന്യൂ വകുപ്പിൻ്റെ സ്ഥലം വാടകക്കെടുത്ത് ആ സ്ഥലത്ത് നമ്മളൊരു വലിയ പദ്ധതി നഗരസഭയുടെ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അതിൻ്റെ പിന്നാലെ നടക്കണം. അതിനൊരു അനുമതി പോലും തന്നിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അനുമതി സർക്കാരിന്റെ ഭാഗത്തു നിന്നില്ല. ഇവിടെ എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു, കെട്ടിടം ഉണ്ടാക്കാൻ സ്വന്തം കെട്ടിടം സ്വന്തം സ്ഥലം വാങ്ങിയിട്ട് ഉണ്ടാക്കുക. റവന്യൂ ഭൂമി വാടകക്കെടുത്തിട്ട് അവിടെ കെട്ടിടം ഉണ്ടാക്കാൻ അപേക്ഷ കൊടുത്താൽ അത് എങ്ങനെ നടക്കും? അതിനെങ്ങനെ DPR അംഗീകാരം കിട്ടും എന്നതാണ് ഒരു ചോദ്യം. ഇവിടെ കുടിവെള്ളത്തെ ഒരു കാര്യം അല്ല, ഒരു കാര്യം പറയട്ടെ. പറയുമ്പോഴാണ് ആ DPR പറയുമ്പോഴാണ് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. DPR പറയുമ്പോഴാണ് ഇവരിവിടെ അമൃത് കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ട് വലിയൊരു പദ്ധതി കൊടുന്നു. അതാ വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ഇനി കുടിവെള്ള പ്രശ്നമില്ല. അഥവാ എൻ്റെ സുഹൃത്തിൻ്റെ വാർഡും തൊട്ടടുത്ത വാർഡിലൊക്കെ ഒരു സർവേ നടത്തി, 2.25 കോടിയുടെ സർവേ നടത്തി.
ഏകദേശം അമൃത് കുടിവെള്ള പദ്ധതിക്ക് 9,86,000 രൂപ DPR ഉണ്ടാക്കാൻ ക്യാഷ് ചെലവാക്കിയിട്ട് അവിടെ കുടിവെള്ളം കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അല്ല, അത് രണ്ടാമത്തെ ചോദ്യമാണ്. വാടക, അതാ ഞാൻ പറഞ്ഞത്, വാടകക്ക് സ്ഥലം വാങ്ങിയിട്ട്, ഞാനിവിടെ ഒരു ആരാൻ്റെ സ്ഥലം വാടകക്ക് വാങ്ങിയിട്ട് അവിടെ എൻ്റെ സ്ഥലം സ്വന്തമായിട്ട് ഒരു കെട്ടിടം ഉണ്ടാക്കണമെന്ന് പറയുന്നത് ശരിയായ നടപടിയാണോ? ഞാൻ പഠിച്ചിട്ടുള്ളത് ലീസിനെടുക്കാം, താൽക്കാലിക ലീസിന് കെട്ടിടം ഉണ്ടാക്കാം, അതല്ലാതെ റവന്യൂവിൻ്റെ ഭൂമി അത് വാടകയ്ക്ക് തന്ന് അവിടെ 12 കോടി DPR അപേക്ഷിക്കുമ്പോൾ ഏത് ഗവൺമെന്റാണ് കൊടുക്കുക? ആ സാങ്കേതികത മനസ്സിലാക്കാതെയാണോ അവർ ഇത് കൊടുത്തത്? സുഹൃത്തെ, അതിലൊരു കാര്യം മനസ്സിലാക്കാതെ പറയാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിലൊരു കിഫ്ബിൽ ടെൻഡർ നടപടികൾ മാത്രമേ പൂർത്തീകരിക്കാനുള്ളൂ. ആ ടെൻഡർ നടപടിക്കാണ് ഈ സർക്കാർ നമുക്ക് അത് തരാതിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ടെൻഡർ വരെ എത്തിയത്? എന്താ, അനുമതി ഇല്ലാത്തത് കൊണ്ടാണോ? ഇതൊക്കെ കൃത്യമായിട്ട് നഗരസഭ കഴിഞ്ഞ ഭരണസമിതി സർക്കാർ ടെൻഡർ നടപടി പൂർത്തീകരിച്ചു. ഇവർ പറഞ്ഞല്ലോ അനുമതി കൊടുക്കാത്തതിനൊരു തടസ്സം ഉണ്ടാവുമല്ലോ, ആ തടസ്സം പറയട്ടെ, നടപടികളിലേക്ക് മാത്രമേ കടക്കാനുള്ളൂ. അത് തരാതിരിക്കണേ. ഈ നഗരസഭക്ക് മാത്രമല്ല, ഇതുപോലെ ഇതിൽ പറയുന്ന ഒരു കാര്യം കൂടി പറയാം. ഈ 12.5 കോടി രൂപയുടെ DPR തയ്യാറാക്കി അതിന്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയതിനു ശേഷം കിഫ്ബിയിൽ ടെൻഡർ വിളിക്കുന്ന ഒരു നടപടി മാത്രമേ ഇനി ബാക്കിയുള്ളൂ. എന്തുകൊണ്ടാണ്? അല്ലെങ്കിൽ ഇതൊക്കെ ആദ്യം തന്നെ റിജക്ട് ചെയ്യണ്ടേ? എന്തുകൊണ്ടാണ് അത് ആദ്യം റിജക്ട് ചെയ്യാറുന്നത്? ഇദ്ദേഹം പറഞ്ഞത് ലീസിനെടുത്ത സ്ഥലമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ ഈ ഫയൽ തന്നെ സ്വീകരിച്ചത്? ഈ ഫയൽ സ്വീകരിച്ച തന്നെ എല്ലാം കഴിഞ്ഞു, അന്തിമ ഘട്ടത്തിലെത്തി. കിഫ്ബിയിൽ ടെൻഡർ വിളിക്കാൻ മാത്രമുള്ള പ്രോസസ്സിങ്ങിൽ എത്ര കാലമായി താമസിക്കുന്നത്? ഇതിന് കൃത്യമായിട്ട് ഉത്തരവാദിത്തം ഈ സർക്കാരിൻ്റെയാണ്, ഒരു സംശയമില്ല. ഈ സുഹൃത്ത് പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞ് അതിന് മറുപടി അറിയാം. ഇവിടെ വളാഞ്ചേരി ഹൈസ്കൂൾ റോഡിനെ കുറിച്ച് അദ്ദേഹം ഒന്ന് പറഞ്ഞു. തുടക്കത്തിൽ പറയാൻ ഇനി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞതാണ്, എനിക്കറിയില്ല. ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് വളാഞ്ചേരി ഹൈസ്കൂൾ റോഡിൻ്റെ സ്ഥിതി എന്തായിരുന്നു? വളരെ കിടുങ്ങിയ രീതിയിൽ പോയിരുന്ന ഒരു വളാഞ്ചേരി ഹൈസ്കൂളിനെ കൃത്യമായി വീതി കൂട്ടി അതിൻ്റെ ഇരു സൈഡുകളിലും കോൺക്രീറ്റ് ഇട്ട് ഇനി ടാറിങ് നടപടി മാത്രം പൂർത്തിയാനുള്ളൂ. എന്താണ് കാരണം? ഇത് ഈ മഴയായതുകൊണ്ട് ഒരു ബൈപ്പാസ് റോഡായി മാറും. അത് മാത്രമല്ല, മൂച്ചിക്കൽ ബൈപ്പാസ് ആരാ നിർമ്മിച്ചത്? ഈ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇച്ഛാശക്തിയുടെ ഭാരമായിട്ടാണ് മൂച്ചിക്കൽ ബൈപ്പാസ്. സ്വാഭാവികമാണ്, റോഡുകളിൽ മഴ പെയ്താൽ ഇതൊക്കെ ചെയ്യും. അത് ടെൻഡർ നടപടിയിലേക്ക് പോയിട്ടുണ്ട്. ഉന്നയിച്ച കാര്യങ്ങളിൽ ഒന്ന് ഗതാഗതക്കുരുക്ക്. മുമ്പ് വളാഞ്ചേരി നഗരത്തിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്കായിരുന്നു. ഇപ്പോൾ ഹൈവേ വന്നതിന് കുറഞ്ഞു. പക്ഷേ എങ്കിലും ഒരു സർവീസ് റോഡിലൂടെയുള്ള യാത്രകൾ വളരെ പരിതാപകരമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങളെ ചർച്ചയിൽ പങ്കെടുത്തുള്ള അദ്ദേഹം പറഞ്ഞാണ്. അതെന്താണ് കാര്യം? സർവീസ് റോഡ് ഏത് റോഡാണ്? വട്ടപ്പാറ സർവീസ് റോഡ് മാത്രം. നേരത്തെ ഇവർ പറഞ്ഞൊരു വിഷയത്തിൽ നമ്മൾ ഇത് പഞ്ചായത്തായിരിക്കുന്ന സമയത്ത് ഇരുമ്പിളിയം, എടയൂർ, വളാഞ്ചേരി ഉൾപ്പെടുന്നൊരു കുടിവെള്ള പദ്ധതി ഉണ്ടായിരുന്നു. തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം കുടിവെള്ള പദ്ധതി ഭാഗികമായി നടപ്പിലാകുമ്പോഴും മുനിസിപ്പാലിറ്റി ആയിട്ട് മാറിയിട്ടുള്ള വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇവർ ഈ പറയുന്ന അമൃത് പദ്ധതിയിൽ ഉൾപ്പെട്ട ആ പദ്ധതി ലാപ്സായതോടൊപ്പം 12.56 കോടി രൂപയാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കേണ്ട ഫണ്ട് കഴിഞ്ഞ വർഷം ലാപ്സായി പോയത്. പക്ഷേ ഈ നാട്ടിലെ വിവിധ വികസനങ്ങൾ നടത്തി എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചിട്ടില്ല. നമ്മളെ 11ാം വാർഡിൽ MET കോളേജിന് മുകളിലുള്ള കുന്നിൻ മുകളിലുള്ള ആളുകൾക്ക്, അങ്ങനെ എല്ലാ കുന്നിൻ മുകളിലുള്ള ആളുകളും ഇന്ന് കുടിവെള്ള ദുരിതം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇദ്ദേഹം പറഞ്ഞത് തികച്ചും തെറ്റായ സംഗതിയാണ്. അമൃത് കുടിവെള്ള പദ്ധതിയിൽ പൈസ ലാപ്സായി എന്നൊക്കെ പറഞ്ഞാല് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്? എനിക്ക് മനസ്സിലായില്ല. കൃത്യമായിട്ട് കുടിവെള്ള പദ്ധതി കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ട പദ്ധതി നിങ്ങൾ കൃത്യമായിട്ട് സമയത്ത് നടപ്പിലാക്കിയില്ല. അതായത് ഈ വളാഞ്ചേരി നഗരസഭ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അമൃത് പദ്ധതിയിൽ 13.5 കോടി രൂപ വളാഞ്ചേരി നഗരസഭക്ക് പാസ്സായി. ഈ പദ്ധതി പ്രകാരം നമ്മൾ വിവിധ പദ്ധതികൾ അമൃതിൽ നമ്മൾ ഇപ്പോൾ നടക്കുന്ന അമൃത് കാട്ടിപ്പരുത്തി കാശാങ്കുന്ന് കുടിവെള്ള പദ്ധതി 80,50,000 രൂപയുടെ പദ്ധതി ടെൻഡർ നടപടി കഴിഞ്ഞു. അത് പണി തുടങ്ങിയാണ്, പ്രവൃത്തി തുടങ്ങിയാണ്. അമൃത് 2 കൊട്ടാരം കുടിവെള്ള പദ്ധതി 1,18,12,500 വിവിധ സ്ഥലങ്ങളിലേക്ക് ഇത് കൊടുക്കാൻ. അതുപോലെ തന്നെ അമൃതിലുള്ള വേറൊരു പദ്ധതിയാണ് അമൃത് നിരപ്പ് കുടിവെള്ള പദ്ധതി, പണി തുടങ്ങി. കുടിവെള്ള പദ്ധതിയുടെ 9,86,000 രൂപ ചെലവഴിച്ച് DPR തയ്യാറാക്കി ആ പദ്ധതി എവിടെ?
അതിന്റെ സ്ഥിതി ഒന്ന് പറയണം. അതിലുള്ള അത് പറയാൻ പദ്ധതികളാണ്, ജനങ്ങൾക്ക് അതിലുള്ള ആഗ്രഹം. വിവിധ പദ്ധതികളാണ് ഇപ്പൊ ഈ പറഞ്ഞത്. കഞ്ഞിപ്പുര കക്കാട്ടുപാറ കുടിവെള്ള പദ്ധതി 2.5 കോടി റുപ്യ, കക്കാട്ടുപാറ താണിയപ്പൻകുന്ന് 2.5 കോടി റുപ്യ. ഈ പദ്ധതികളൊക്കെ അതിന്റെ എല്ലാ പ്രവർത്തനം തുടങ്ങി, അത് പ്രവൃത്തി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നടക്കണം. ഇലക്ഷൻ സമയത്തായതുകൊണ്ട് അതിന് സ്വാഭാവികമാണ് ഇതിന്റെ പിന്നെ ഇത് കിട്ടേണ്ടതോടുന്ന ഇതിന്റെ കൃത്യമായ അനുമതി കിട്ടേണ്ട സ്ഥലങ്ങളിൽ നിന്ന് കൃത്യമായി അനുമതി മേടിക്കാനുള്ള വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഈ പദ്ധതിയൊക്കെ. ഇതൊക്കെ ഒന്നും ലാഭസായിട്ടില്ല, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതിയാണ്. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ കാലത്ത് ഓരോ വീട്ടിലും ഒരു വാഹനമെങ്കിലും ഇല്ലാത്ത വീടുകൾ ചുരുങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ നഗരങ്ങളിലേക്ക് പല ആവശ്യത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് അവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിൽ ഒരു പാർക്കിംഗ് പ്ലാസ, അതൊക്കെ ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യങ്ങളല്ലേ? അങ്ങനെ എന്തെങ്കിലും ഈ നഗരസഭയിൽ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ വളാഞ്ചേരി നഗരസഭ നമുക്കറിയാം, വളാഞ്ചേരിയിലെ ബ്ലോക്ക് കഴിഞ്ഞ കാലങ്ങളിലും എല്ലാ സമയത്തും ഉണ്ടാകുന്ന വളാഞ്ചേരിയിലെ ഏറ്റവും ബ്ലോക്ക്. ഇപ്പോൾ ഈ ഭരണസമിതിയുടെ പോത ഏകദേശം അതിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നത്. വളാഞ്ചേരി നഗരസഭ ഇപ്പോൾ പിന്നെ നമ്മുടെ ഐറിഷ് മോഡൽ ആദ്യമായി നടപ്പിലാക്കിയത് നമ്മളെ 2 റോഡുകളിലാണ്, വളരെ കൃത്യമായി. ഇപ്പോൾ ഈ റോഡുകൾ നോക്കി, പിന്നെ നമ്മളെ കോഴിക്കോട് റോഡ്, അതുപോലെ തന്നെ കുറ്റിപ്പുറം റോഡ്, ഈ റോഡ് 2 സൈഡുകളിലും മുഴുവനായി സ്ഥലം, എല്ലാ സ്ഥലങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവിടെ മുഴുവൻ സ്ഥലവും കോൺക്രീറ്റ് ചെയ്തു. അഥവാ ഫെൻസിങ്, ആളുകൾക്ക് നടന്നു പോകാനുള്ള ഫെൻസിങ് അടക്കം നടപടികളെല്ലാം കഴിഞ്ഞു. അത് ഏറ്റവും നന്നായ രീതിയിൽ ഐറിഷ് മോഡൽ ഈ രാജ്യത്തിന് തന്നെ മാതൃകയായ രീതിയിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രവൃത്തി ഇനി കുറച്ചും കൂടി തീരാനുണ്ട്. ഇത് വളരെ കൃത്യമായി നടപ്പിലാക്കി. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ നോക്കി, ഇപ്പോൾ വളാഞ്ചേരിയിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ നടക്കുന്ന ആളുകളും ഇപ്പം നടക്കുന്ന ആളുകളും എന്ന നിലയ്ക്ക് ഓരോ സൈഡിലും കൃത്യമായി പാർക്കിങ്ങുള്ള സ്ഥലം, പിന്നെ പ്രത്യേകമായ പാർക്കിങ്ങിൻ്റെ സൗകര്യമില്ല എന്നുള്ള അതിന് നഗരസഭ എന്ത് ചെയ്തു, അവിടെ ഒരു കൃത്യമായിട്ട് അവിടെ പാർക്കിങ്ങിനൊരു സ്ഥലം പ്രത്യേകമായിട്ട് എടുത്തു. അവിടെ പാർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കക്കാട്ടുപാറ താണിയപ്പൻ കുടിവെള്ള പദ്ധതിനെ കുറിച്ചിട്ട് എൻ്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത് കണ്ടില്ല. ഒന്ന്, ഐറിഷ് മോഡൽ പദ്ധതിയെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഐറിഷ് പദ്ധതി മോഡൽ ഇവിടെ കുറിച്ച് ഈ കച്ചവടക്കാരോടൊന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികളോടൊന്ന് ചോദിച്ചാൽ മതി അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരോടൊന്ന് ചോദിച്ചാൽ മതി, ബസ്സിലെ തൊഴിലാളികളോട് ചോദിച്ചാൽ മതി, കാൽനട യാത്രക്കാർ. സംഭവം ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ വലിയ ഫണ്ട് ഇവർ വാങ്ങി അത് അവരവരുടെ പോക്കറ്റിലേക്ക് അഴിമതി നടത്തുന്ന പദ്ധതിയായിട്ട് ഐറിഷ് പദ്ധതി ഒരു ഉട്ടോപ്യൻ പിന്നെ പേരൊക്കെ ഇട്ടിട്ടാണ് ഇവർ നടപ്പിലാക്കുക. ഐറിഷ് എന്നൊക്കെ പറയുമ്പോൾ ഏതോ വലിയ യൂറോപ്യൻ പിന്നെ വികസന മാതൃകയാണെന്ന സത്യത്തിൽ ഒരു മണിക്കൂറും തുടർച്ചയായി പെയ്താൽ കൊട്ടാരത്തെ നമ്മൾ ഇവരുണ്ടാക്കിയ ഒരു ടർഫ് കോർട്ട് ഉണ്ട്, സ്റ്റേഡിയം അല്ല കേട്ടോ, ടർഫ് കോർട്ട്, താൽക്കാലിക ടർഫ് കോർട്ടിൻ്റെ ആ ഭാഗത്തൊന്ന് പോയി വെള്ളം കുമിഞ്ഞുകൂടുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടെ 2 കാര്യം കൂടെ ഞാൻ പറയാണ്. ഇവിടെ പറഞ്ഞപ്പോൾ ഈ വളാഞ്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മത്സ്യമാംസ മാർക്കറ്റ്. ആ മത്സ്യമാംസ മാർക്കറ്റിന് ഈ 10 കൊല്ലത്തിൽ ഏതെങ്കിലും ഒരു ഉറുപ്പ്യ ചെലവഴിച്ച് എന്തെങ്കിലും അവിടെ നടത്തിയെന്ന് ഇവർക്ക് പറയാൻ പറ്റും. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ആധുനിക അറവുശാല. കൊളമംഗലം കമ്മിട്ടിക്കുളം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ആധുനിക അറവുശാല. ഈ ആധുനിക അറവുശാല ആ പ്രദേശത്തെ എല്ലാ നാട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. 5.5 കോടി റുപ്യയുടെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയാണ് നമ്മൾ വളാഞ്ചേരി നഗരസഭ നടപ്പിലാക്കിയിട്ടുള്ളത്. അറവുശാല ആധുനിക രീതിയിലാക്കിയ അത് അറിയാതെയാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. ഇതിന്റെ എല്ലാ ഞാനത് പറഞ്ഞത് അറവുശാല അവിടെ ഉണ്ട്. നിലവിലൊരു അറവുശാല മുമ്പ് ആധുനികവൽക്കരിച്ചതാണ്, ഇപ്പോഴും വീണ്ടും ആധുനികവൽക്കരിക്കാൻ പോവാണ്. അവിടെ ആധുനികവൽക്കരിച്ച് അവനവന്റെ പോക്കറ്റ് വീർപ്പിക്കുക എന്നല്ലാതെ ഈ വളാഞ്ചേരി ടൗണിലെ ഞാൻ പറയട്ടെ വളാഞ്ചേരി ടൗണിലെ കൊട്ടാരത്തെയോ വളാഞ്ചേരിയിലെയോ കാവുംപുറത്തെയോ ഒരു അറവുകാരും അവിടെ നടക്കുന്നില്ല. അതാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. അവിടെ കൊണ്ടായിട്ട് ഫണ്ട് ചെലവാക്കുന്നത് അത് ഏതെങ്കിലും മറ്റൊരു പദ്ധതിക്ക് ഉപയോഗിച്ച് ജനകീയമായ ഒരു സംരംഭമാക്കി മാറ്റാൻ പറ്റും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വളാഞ്ചേരി മാർക്കറ്റ്, ഒരു മത്സ്യ മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നു വളാഞ്ചേരിയിൽ, ഹോൾസെയിൽ മത്സ്യ മാർക്കറ്റ്. 2018 അത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സ്വകാര്യ വ്യക്തിക്ക് അവർക്ക് ലാഭം കിട്ടുന്ന രീതിയിൽ അത് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. ഏകദേശം നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു വർഷം 25 ലക്ഷം രൂപ നഷ്ടം വരുന്ന നികുതി ഇനത്തിൽ ലഭിക്കേണ്ട ഒരു കാര്യമാണ് ഇവര് ഒരു സ്വകാര്യ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 25 ലക്ഷം ലഭിച്ചിരുന്ന നികുതി ഇന്ന് ഏകദേശം ഒരു വർഷം 1.5 ലക്ഷം രൂപയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വളാഞ്ചേരി മാർക്കറ്റിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് മത്സ്യ മാർക്കറ്റ് മാറ്റി സ്ഥാപിച്ചുകൊണ്ട് ഇവിടുത്തെ മുനിസിപ്പൽ ഭരണസമിതി വലിയ രീതിയിലുള്ള അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇവിടെ കാവുംപുറത്തുള്ള മത്സ്യ മാർക്കറ്റ് നിർമ്മാണവുമായി പുതിയ മത്സ്യ മാർക്കറ്റ് നിർമ്മാണം, ആ മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ച് ആ നിർമ്മാണം നടത്തിയ സ്ഥലത്ത് ഇന്ന് വേസ്റ്റ് കുമിഞ്ഞു കൂടിയിരിക്കുകയാണ്. ഇവിടെ ഹരിതകർമ്മസേന ഉണ്ടാക്കുന്ന അവർ വീടുകളിൽ നിന്ന് എടുക്കുന്ന എല്ലാ വേസ്റ്റുകളും ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് കൊണ്ടുപോയി സ്ഥാപിക്കുന്നത്.
അപ്പോൾ മത്സ്യ മാർക്കറ്റ് അനധികൃതമായിട്ടാണ് നടക്കുന്നത് എന്നും ആ അനധികൃതമായി നടക്കുന്ന മത്സ്യ മാർക്കറ്റിൽ നിന്ന് ഓരോ മാസവും 15,000 രൂപ മുനിസിപ്പാലിറ്റി വാങ്ങുന്നുണ്ട്. അപ്പോൾ അനധികൃതമായി നടക്കുന്നു എന്ന് ഇവിടുത്തെ എല്ലാ ഭരണാധികാരികളും വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ രേഖകൾ നൽകിയിട്ടും അവിടെ അനധികൃതമായിട്ട് നടക്കുന്നു. അതിൽ നിന്ന് അടച്ചു പൂട്ടേണ്ടതിന്റെ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഭരണസമിതി നടപ്പിലാക്കുന്നില്ല. വളാഞ്ചേരിയിൽ വളരെ കൃത്യമായി കഴിഞ്ഞ കാലങ്ങളിലുള്ള വളരെ നല്ല രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് നമുക്കറിയാം. ആ ബസ് സ്റ്റാൻഡിൻ്റെ നമുക്കറിയാം അത് ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നതനുസരിച്ച് ബസ് സ്റ്റാൻഡിൻ്റെ ആവശ്യകത ഉണ്ട്. കംഫർട്ട് സ്റ്റേഷൻ വളരെ നല്ല രീതിയിൽ നടക്കേണ്ടതുണ്ട്. വളാഞ്ചേരിയിൽ സ്ഥലപരിമിതി വളരെ ഉള്ളതുണ്ട്, കൃത്യമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിൻ്റെ സ്ഥലപരിമിതി നമുക്കൊക്കെ അറിയാം. ഇത് നമ്മൾ കഴിഞ്ഞ ഈ ഭരണസമിതി അതിന് കൃത്യമായിട്ടൊരു ഇത് പ്ലാനിങ് ഉണ്ടാക്കി DPR ഒക്കെ തയ്യാറാക്കി നമ്മൾ പുതിയൊരു ബസ് സ്റ്റാൻഡ് കംഫർട്ട് സ്റ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ നിലവിലെ ബസ് സ്റ്റാൻഡിൽ നല്ല രീതിയിൽ നടക്കുന്ന ബസ് സ്റ്റാൻഡും അതിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷേ സ്ഥലം നമുക്കറിയാലോ, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്ഥലം കിട്ടുക എന്നുള്ളത്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ കണ്ണായ ഒരു സ്ഥലത്ത് അത്രയും വലിയ സ്ഥലത്ത് വാങ്ങലൊക്കെ അതിനൊരു പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ പ്രപ്പോസൽ നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്തത്. അത് നമ്മൾ പല രീതിയിലും ആ പ്രവർത്തനമായി ബുദ്ധിമുട്ടും അതിന് DPR തയ്യാറാക്കി അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡിന് പഞ്ചായത്താവണ കാലത്ത് ഇവിടെ വാങ്ങിയിട്ടൊരു സ്ഥലമുണ്ട്. ക്യൂബിക് കണക്കിന് മണ്ണാണ് അത് വിറ്റ് അതിൻ്റെ സ്വകാര്യ മുതലാളിമാരും അന്നത്തെ ഭരണസമിതിക്കാരും കാശാക്കിയത്. സ്ഥലം വാങ്ങിയതിന് ശേഷം ഇപ്പോൾ ആ സ്ഥലം അവിടെ കിടക്കുകയാണ്. കോടതി നടപടികളൊക്കെ പൂർത്തീകരിച്ച് ഇച്ഛാശക്തിയോടുകൂടി അത് ഏറ്റെടുക്കാനുള്ള ആർജവം ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടില്ല. 10 വർഷം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിട്ടില്ല. എന്നിട്ട് വാടകയ്ക്ക് റോഡ് ഉണ്ടാക്കിയതിനും അവിടെ കക്കൂസ് ഉണ്ടാക്കിയതിനും അവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ടെർമിനലൊക്കെ വാടക ഈടാക്കി അത് മുനിസിപ്പാലിറ്റിയുടെ അടുത്ത് നിന്ന് ഇങ്ങോട്ട് വാടക വാങ്ങണം ആര് സ്വകാര്യ വ്യക്തി. എന്നിട്ടൊരു ബസ് ബേ ഉണ്ടാക്കുന്നതാണ് വലിയ ബസ് സ്റ്റാൻഡിൻ്റെ വികസനമായിട്ട് എൻ്റെ സുഹൃത്ത് ഇവിടെ അവതരിപ്പിക്കുന്നതെങ്കിൽ ഈ 10 വർഷം ഇപ്പോൾ ഇവിടെ DPRൻ്റെ കണക്കേ പറയുന്നുള്ളൂ. കോടികളുടെ DPRൻ്റെ കണക്ക് പറയുന്നുണ്ട്. ഇലക്ഷൻ വരുമ്പോൾ എല്ലാവരും പറയുന്നതാണ് അവിടെ DPR ഉണ്ട്. ഇപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു താണിപ്പങ്കുന്ന് കക്കാട്ടുപാറ കുടിവെള്ള പദ്ധതി അങ്ങനെ ഒരു പദ്ധതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പറയണം. എത്ര രൂപ ചെലവഴിച്ചു, എവിടെയാണ് തുടങ്ങുന്നത്, ആരാണ് ടെൻഡർ എടുത്ത് പറയാൻ ധൈര്യമുണ്ടോ? അല്ല, കൂടുതലും സ്വകാര്യവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അത് സ്വന്തമായിട്ട് മുനിസിപ്പാലിറ്റി ഇത്തരം കാര്യങ്ങൾ ആദ്യം ഇതിനെപ്പറ്റി ഈ മുനിസിപ്പൽ ആക്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക. ഇത്തരം കാര്യങ്ങൾ നിർമ്മിക്കാൻ സ്ഥലപരിമിതിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലങ്ങളൊക്കെ ലീസിനെടുക്കാമെന്ന് കൃത്യമായി മുനിസിപ്പൽ ആക്ടിൽ ഇദ്ദേഹം ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താ അറിയോ? പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒന്ന് പോയി അന്വേഷിക്കുക. ബലി ഭരിക്കുന്നതാണ്. അവിടെ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളിലേക്ക് വരാൻ പാടുള്ളൂ എന്നുകൂടി ഞാൻ അറിയിക്കണം. അതറിയാതെ എല്ലാ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അവിടെ നഗരസഭയുടെ സ്വന്തമാണ്. അവിടെ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ബസ് സ്റ്റാൻഡും ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ജൂബിലി ജംഗ്ഷനിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ജൂബിലി ജംഗ്ഷൻ അല്ലല്ല, ഞാൻ പറ്റിക്കാനല്ല പറഞ്ഞത്. അന്വേഷിക്കാലോ. ഞാൻ ചാനലിന്റെ ഉത്തരവാദിത്തപ്പെട്ട വേദിയിൽ നിന്നിട്ടാണ് ഞാൻ പറയുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ ഞാൻ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. പെരിന്തൽമണ്ണ നഗരസഭയിലെ ജൂബിലി ജംഗ്ഷനിൽ പണ്ടൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അൽഷിഫ ഹോസ്പിറ്റലിന്റെ അടുത്ത്. ഇപ്പൊ അവിടെ ബസ് സ്റ്റാൻഡ് ഇല്ല. ഇപ്പം മൂസക്കുട്ടി ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ പുറത്തേക്ക് മാറിയിട്ടുണ്ട്. ആ ബസ് സ്റ്റാൻഡും ആ സ്ഥല ഉടമയും തമ്മിലുള്ള നഗരസഭ കേസിന് പോയി. ആ കേസ് നടത്തി സുപ്രീം കോടതി വരെ കേസ് നടത്തി നഗരസഭ ആ ബസ് സ്റ്റാൻഡിന്റെ സ്ഥലം സ്വന്താക്കി. അവിടെ വേറെ ഒരു വികസന പദ്ധതി വരാൻ പോവാണ്. എന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറയുന്നത്. വിഷയം ഒരു നഗരസഭയാകുമ്പോൾ ഒരു പൊതു ശ്മശാനം അത്യാവശ്യമായൊരു സംഭവമാണ്. അത് ഇവിടെ എത്രത്തോളം ഫലപ്രദമായി നടക്കുന്നുണ്ട്? ഇപ്പോൾ പൊതു ശ്മശാനം ഉണ്ടോ ഇവിടെ? വളാഞ്ചേരിയുടെ ഏറ്റവും വലിയൊരു ആവശ്യമായിരുന്നു ഒരു ശ്മശാനം എന്ന് പറയുന്നത്. ഈ ഭരണസമിതിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളോട് പറഞ്ഞൊരു വലിയ വാഗ്ദാനം കൂടിയായിരുന്നു ഒരു ശ്മശാനം നമ്മൾ നിർമ്മിക്കുന്നത്. ഭരണസമിതി ആദ്യം മുതൽ ഈ സമയം വരെ ഇത് പ്രവൃത്തി ഉദ്ഘാടനം നടക്കുന്ന സമയം വരെ അതിൻ്റെ പിന്നാലുണ്ടായിരുന്നു. നമുക്കൊരു സ്ഥലം കിട്ടുക എന്ന്, ശ്മശാനത്തിന് സ്ഥലം കിട്ടുക എന്ന് പറഞ്ഞ ഒരു വലിയ റിസ്ക് ഒരു ഫാക്ടറായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതിയുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായിട്ട് താണിയപ്പക്കുന്നിൻ്റെ പ്രദേശത്ത് 26 സെൻറ്റ് സ്ഥലത്ത് ശ്മശാനത്തിൻ്റെ പണി തുടങ്ങി. അതിൽ ഈ പറയുന്ന പ്രിയപ്പെട്ട വ്യക്തി അനിൽകുമാർ അടക്കം അതിൻ്റെ കുറ്റിയടിക്കൽ കർമ്മത്തിൽ അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിൽ മുനിസിപ്പാലിറ്റിയുടെ അവിടുത്തെ നൽകിയ ഭൂമിയുടെ
ആ വ്യക്തിയുടെ ഇച്ഛാശക്തി എന്ന് വേണമെങ്കിൽ പറയാം. ആ സ്വകാര്യ വ്യക്തിയെ നഗരസഭ കൃത്യമായിട്ട് പോയി ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ആ നമുക്ക് കിട്ടിയത്. ആ അത് വ്യക്തിയുടെ മാത്രമല്ല, താല്പര്യത്തിന്റെ ആ അടിസ്ഥാനത്തിലാണ്. പ്രദേശത്തെ കൗൺസിലർ, ഇടതുപക്ഷത്തെ കൗൺസിലറാണ് അദ്ദേഹം കൂടി നമുക്ക് അതിനു വേണ്ടി വലിയ ഇതുണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വീരാൻകുട്ടി അടക്കമുള്ള കൗൺസിലർ അതിന്റെ പിന്നാലെ പോയി, ഞങ്ങളുടെ പിന്നാലെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അങ്ങനെ ഒരു സ്ഥലം കിട്ടിയതും അവിടെ അദ്ദേഹം അടക്കമുള്ള ഒരു വലിയ ചടങ്ങിൽ വെച്ചുകൊണ്ടാണ് അതിന്റെ കുറ്റിയടിക്കൽ കർമ്മം വെച്ചിട്ട് അത് വലിയ DPR തയ്യാറാക്കിയിട്ടുണ്ട്. ആധുനിക രീതിയിലുള്ള ശ്മശാനം, ഗ്യാസും. പേപ്പറിൽ ആരംഭം കുറിച്ച് അത് നാട്ടിൽ പദ്ധതി ആവില്ലല്ലോ. ആദ്യം പറയേണ്ടത് എന്താണോ, ആ 2ാം വാർഡിലെ കൗൺസിലോട് തുടങ്ങിയോ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്റെ നാട്ടിൽ ഒരു അംഗനവാടി ഉണ്ടാക്കിയിട്ടുണ്ട്, MLA ഫണ്ട്. സ്മാർട്ട് അംഗനവാടി വെക്കാൻ സംസ്ഥാന സർക്കാർ 29 ലക്ഷത്തി സംതിങ് രൂപ അനുവദിച്ചപ്പോൾ 10 ലക്ഷം രൂപ നഗരസഭയും, അഥവാ നഗരസഭയുടെ അസറ്റാണല്ലോ, ബാക്കി 18.5 ലക്ഷം രൂപ സംസ്ഥാന ശിശു വികസന വകുപ്പും വെക്കും. അത് അട്ടിമറിച്ച് 17 ലക്ഷം രൂപ വെച്ച് MLAയുടെ ഫണ്ട് കൊണ്ട് അംഗനവാടി ഉണ്ടാക്കി. അവിടേക്കൊരു റോഡില്ല, ഒന്ന്. രണ്ടാമത്, അവിടേക്ക് ആരാൻ്റെ പറമ്പിൽ നിന്നാണ് അവിടുത്തെ കുട്ടികൾക്ക് വെള്ളം കൊടുക്കുന്ന പൈപ്പ് അടിക്കുന്നത്. 2 അംഗനവാടിക്ക് ചുറ്റുമതിലില്ല. എന്നിട്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തി ഇത് വികസന നായകനെന്ന് മേനി പറഞ്ഞ് നടക്കുന്ന ഇതുപോലുള്ള കുറേ പദ്ധതികളാണേ വളാഞ്ചേരി ഉള്ളത്. ഇത് ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്പെടും? അതല്ലേ നമ്മൾ കാണേണ്ടത്. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയായിട്ടല്ലല്ലോ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ ഭരണസമിതിയുടെ 5 കൊല്ലത്തെ വികസന നേട്ടങ്ങളുടെ ഇവരിപ്പോൾ ഈ പറഞ്ഞ വാർഡിലെ കൗൺസിലർ വെച്ച പോസ്റ്റ് മാത്രം നോക്കിയാൽ മതി. അതിൽ എന്താണ് ചെയ്തത് എന്ന് കൃത്യമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതലൊന്നും പറയില്ല. അദ്ദേഹം വലിയ നേട്ടങ്ങൾ പറഞ്ഞിട്ട് ഒറ്റ കാര്യം ഒരു കാര്യം കൂടി നൗഷാദിന്റെ ഇടപെടലിന്റെ ഭാഗമായി വന്നതാണ്. അല്ലെങ്കിൽ അംഗനവാടി കാലത്തുണ്ടാവില്ല. ഒരാള് സ്ഥലം കൊടുത്തിട്ട് 10-15 കൊല്ലം കൊടുത്തിട്ട് വന്നിട്ടില്ല. 5 വർഷത്തിനിടയിൽ ഒരു ഇറങ്ങിപ്പോക്ക് പോലും നടത്താത്ത ഒരു പിന്നെ പ്രതിപക്ഷ വികസന കാര്യത്തില് രാഷ്ട്രീയം നാട്ടിലില്ലാന്നേ. ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരവരുടെ പോക്കറ്റിൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കുറുവ സംഘമാണ് വളാഞ്ചേരി നഗരസഭ ഭരിക്കുന്നത് എന്ന് ജനങ്ങൾ പറയുമ്പോ ഈ കുറുവ സംഘത്തിൽ കോടികളുടെ കണക്ക് പറഞ്ഞല്ലോ. ഈ ഇരിക്കുന്ന നാട്ടുകാരുണ്ടല്ലോ, ഇവിടെ ഇത് കാണുന്ന ആസ്വദിക്കുന്ന ആളുകളുണ്ട്, ജീവിക്കുന്ന മനുഷ്യരുണ്ടല്ലോ ഇവിടെ. ആ കുറുവ സംഘം നടപ്പിലാക്കിയ പദ്ധതിയിൽ, ഈ പദ്ധതിയിൽ ജനങ്ങൾക്ക് ഞാൻ പറഞ്ഞ കൃഷിക്കാരൊരു പ്രശ്നം നമുക്ക് എടുക്കാം. കൃഷിക്കാരൊരു പ്രശ്നം എടുക്കാം. LDF കൂടി ഉണ്ട് എന്നുള്ള BJP ഉണ്ട്. കാരണം BJP ഇത്ര കാലമായിട്ടും ഒരു സമരം പോലും ആ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഈ നഗരസഭ മുമ്പിൽ നടത്തിയിട്ടില്ല. BJP ഇത്ര കാലം നടത്തിയിട്ടില്ല. BJP നടത്തിയ സമരങ്ങൾ നഗരസഭയിലേക്ക് കാണണം. BJPയുടെ ഏക പ്രതിനിധി ഈ ഒറ്റയ്ക്ക് സമരം നടത്തി എന്നൊരു വാർത്ത ഈ 5 കൊല്ലത്തിന്റെ ഇടയിൽ BJPക്കാർക്ക് പറയാൻ പറ്റുമോ? ഇതുവരെ ഒരു പ്രതിഷേധവും നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് BJP കൗൺസിലർ. അതേ സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നമ്മുടെ വളാഞ്ചേരിയിൽ വിവിധങ്ങളായിട്ടുള്ള സായാഹ്ന ധർണകളും സമരങ്ങളും നടത്തിയിട്ടുണ്ട്. അതേ സമയത്ത് CPM, ഭാരതീയ ജനതാ പാർട്ടി നടത്തിയതിന് ശേഷമായിരുന്നു പല സമരങ്ങളും ഈ വളാഞ്ചേരി നടത്തി. പറയുമ്പോൾ ഈ BJPയുടെ സുഹൃത്ത് അനിൽ പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ആലോചിക്കണം. നഗരസഭക്കകത്ത് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇത് തെറ്റായ തീരുമാനമാണ് എന്ന് ആ ജനപ്രതിനിധിയായിട്ടുള്ള BJPയുടെ കൗൺസിലർക്ക് ഇതുവരെ എണീറ്റ് നിന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ആരെ പേടിച്ചിട്ടാണത്? ഭരിക്കുന്ന ഇവിടുത്തെ പറയുമ്പോ ഭരണപക്ഷം ഒന്നിച്ചുകൊണ്ട് ആ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുമ്പോ പിന്നെ അവിടെ ഒരു മെമ്പർ ഇവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്. ഇവർ 2 കൂട്ടരും ഒരു സമരം പോലും ഇവിടെ മര്യാദക്ക് നടത്തിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ദിവസം പോലും ഇറങ്ങി പോകേണ്ട സാഹചര്യം ഇവർക്ക് ഉണ്ടായില്ല. അതല്ലാതെ ഞാൻ പറയട്ടെ 33 കൗൺസിലർമാർക്കും ഒരു പക്ഷാപാതമില്ലാതെ വികസനങ്ങൾ നടത്തിയതിന്റെ പോസ്റ്റർ പോലും ഒക്കെ എല്ലാ വാർഡിലും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരും ഒരു സമരത്തിനും ഇപ്രാവശ്യം വന്നിട്ടില്ല. ഈ 5 കൊല്ലം വളരെ നഗരസഭയുടെ മുമ്പിൽ മാധ്യമങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷവും CPM-ഉം ഇവിടുത്തെ ഇടതുപക്ഷ കൗൺസിലർമാരും നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഒരുപാട് വാർത്തകൾ കേൾക്കാം. ഈ ബസ് സ്റ്റാൻഡുമായി ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, സ്വകാര്യ വ്യക്തിയുമായി ബന്ധപ്പെട്ട ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ വിയോജനക്കുറിപ്പുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റിയിലേക്ക് ഇവരിവിടെ തർക്കലിടുമ്പോൾ ഇടതുപക്ഷം സമരം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങി ജനവിരുദ്ധപരമായ ഒരുപാട് കാര്യങ്ങളിൽ ഇടതുപക്ഷം സമരം നടത്തിയിട്ടുണ്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, കർഷകർ ഇവിടുത്തെ മാർച്ച് നടത്തിയിട്ടുണ്ട്. കർഷകര് കാരണം ഇവിടുത്തെ
പിന്നെ പന്നിയുടെയും കുരങ്ങൻ്റെയും ഒച്ചയുടെയും അതുപോലെ തന്നെ മൃഗങ്ങളുടെയൊക്കെ ശല്യം സഹിക്കവയ്യാതെ വന്നപ്പോൾ അതിന് പരിഹാരം കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ട് മാർച്ച് നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും പരിഹാരം കണ്ടിട്ടില്ല. ഒരു കാര്യമുണ്ട്, ഇവര് വെടിവെക്കാൻ ആളെ തപ്പി പിടിച്ച് കൊണ്ടുവരുമ്പോൾ ഇവരെക്കാളും ബുദ്ധിയുണ്ട് ഇവിടുത്തെ കാട്ടുപന്നികൾക്കും കുറുക്കന്മാർക്കും കുരങ്ങിനും ഒന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ തിരിച്ചു പോവാണ്. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വളാഞ്ചേരിയുടെ വികസന പ്രവർത്തനത്തോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ സംസ്ഥാന ഭരണത്തിന് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളമാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? സംസ്ഥാന ഭരണം ഈ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും? അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പഞ്ചായത്തിനെ, തദ്ദേശ സ്ഥാപനങ്ങളെ ഇങ്ങനെ ഞെരുക്കിയ ഒരു സർക്കാർ ഈ ഭൂലോകത്തുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം പ്ലാൻ ഫണ്ടുകൾ കൃത്യമായിട്ട് തരാതെ ഓരോ നഗരസഭകളുടെ പ്ലാൻ ഫണ്ടുകൾ കൃത്യമായി തടഞ്ഞു വെച്ച്, മെയിൻ്റനൻസ് ഫണ്ടുകൾ തടഞ്ഞു വെച്ച്, അത് ഘട്ടം ഈ പിന്നെ ഇതിന് കൊടുക്കുന്ന മാതിരി ഒരു കുറച്ച് തരും, പിന്നെ കുറച്ച് തരും, ഇത് ഫുള്ളായിട്ട് തന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വളാഞ്ചേരി നഗരസഭയ്ക്ക് കിട്ടിയ അലോട്ട്മെൻറ്റിൻ്റെ കണക്ക് തന്നെ നമ്മൾ പറഞ്ഞാൽ ഇത് വളാഞ്ചേരി നഗരസഭ മാത്രമല്ല, സർക്കാരിന്റെ അവഗണന. ഇത് മാത്രമല്ല, എത്ര തവണ കൗൺസിലർമാരെ ഞങ്ങളുടെ ജനപ്രതിനിധികൾ തിരുവനന്തപുരത്തും മലപ്പുറത്തും കലക്ട്രേറ്റിൽ അടക്കം സമരം ചെയ്തു എന്നറിയോ? ഞങ്ങൾക്ക് തടഞ്ഞു വെച്ച ഇത് ജനങ്ങളുടെ ഫണ്ടാണ്, ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ സർക്കാർ കൊടുക്കേണ്ട ഫണ്ടാണ്, പ്ലാൻ ഫണ്ട് അടക്കമുള്ള. ഇത് തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടുത്തെ ഇടതുവശം നടക്കുന്നത്. ഇത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിനെ കുറിച്ച് വാദോരാതെ, ജനകീയാസൂത്രണത്തെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന ഇവർക്ക് എന്തുകൊണ്ടാണ് പഞ്ചായത്തുകളെ ഇങ്ങനെ നെരുക്കാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത് എല്ലാ നിലക്കും അത് വിലയിരുത്തപ്പെടും. മാത്രമല്ല, ജനവിരുദ്ധമായ നിലപാടുകളെ കൊണ്ട് ഈ കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള രൂക്ഷമായ ജനവികാരം ജനങ്ങൾക്കിടയിൽ അത് തദ്ദേശ സ്ഥാപനങ്ങളിൽ വോട്ടാവും. ഒരു സംശയം വേണ്ട, വളാഞ്ചേരി നഗരസഭയിൽ 30 സീറ്റുകൾ ഐക്യ ജനാധിപത്യ മുന്നണി നേടും, ഒരു സംശയം വേണ്ട. 30 സീറ്റുകൾ. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ സമീപനങ്ങളും അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുള്ള മുനിസിപ്പൽ ഭരണസമിതിയുടെ വികസന വിരുദ്ധമായിട്ടുള്ള അഴിമതി നിറഞ്ഞിട്ടുള്ള ഭരണത്തിനെതിരായിട്ടുള്ള ജനവിധി ഉണ്ടാവും. നമ്മുടെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറയുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്നെ ക്ഷേത്രത്തിലെ സ്വർണം കട്ടുകൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പിന്നെ തീർച്ചയായിട്ടും പ്രതിഫലിക്കും അത്തരം കാര്യങ്ങൾ. ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധിയായിട്ടുള്ള ശബരിമല ഭക്തന്മാരുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. ഇവിടെ അത്തരം വിഷയങ്ങളും പ്രതിപാദിക്കപ്പെടും. അതോടൊപ്പം തന്നെ അവരുടെ ജീവൽ പ്രശ്നങ്ങളായിട്ടുള്ള കുടിവെള്ളം, റോഡ്, ഗതാഗത സൗകര്യങ്ങൾ, ഇത്തരം എല്ലാ കാര്യങ്ങളും ഈ മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിന്റെ കീഴിൽ അവർക്ക് ലഭിക്കാത്തത് കൂടി ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നതാണ്. ശരി, എന്താണ് ഇവിടുത്തെ നാട്ടുകാർക്ക്, നമ്മുടെ വോട്ടേഴ്സിന് എന്താണ് ഈ ഭരണത്തെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ഞാൻ ഈ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി 17 ഡിവിഷനിലെ ഒരു വോട്ടറാണ്. ഇവിടെ കൊട്ടാരം കോതത്തോട് ഒരു പദ്ധതി കൊടുത്തിട്ടുണ്ട്. അത് എത്ര കോടി രൂപയാണ് അതിന് വിലയിരുത്തിയിട്ടുള്ളതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. കൊട്ടാരം കോതത്തോട് നവീകരണത്തിന് നഗരസഞ്ചയം പദ്ധതി പ്രകാരം 2 ഘട്ടങ്ങളിലായി 5 കോടി രൂപയുടെ പദ്ധതിയാണ്. 2.5 കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. അതിന് ഇനിയും കുറച്ചുകൂടി പദ്ധതി നടപ്പാനുണ്ട്. അതിന്റെ നടപ്പാത അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുണ്ട്. നഗരസഞ്ചയം പദ്ധതി അതിന് 2026 കൂടി അവസാനിക്കുന്ന പദ്ധതിയാണ്. അതിന് എത്ര രൂപ ഇപ്പോൾ കരാറുകാരന് കൊടുത്തു കഴിഞ്ഞു? കരാറുകാരന് കൊടുത്ത കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ കണക്കുണ്ട്. 2.5 കോടി രൂപയുടെ പദ്ധതിയിൽ അതിൽ ഇത്ര ശതമാനം വെച്ചിട്ടാണ് കൃത്യമായി കൊടുക്കുന്നത്. വളാഞ്ചേരിയിലെ ഭരണസമിതി പ്രതിനിധി കോടികളുടെ കണക്കും മറ്റൊന്നും പറിച്ച് വികസനം നടത്തി എന്ന് പറയുന്നുണ്ട്. ജനങ്ങൾ വളാഞ്ചേരി മൊത്തം പറയുന്നത് വികസന കമ്മീഷൻ ഏജന്റ് ആയിട്ടാണ് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരി മാറിയെന്ന. കാരണം വളാഞ്ചേരിയിലെ അടിസ്ഥാന സൗകര്യം, വളാഞ്ചേരി PHSC കാലങ്ങളായിട്ട് കിടത്തി ചികിത്സ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലാണ്. ഇവിടെ കിടത്താൻ പോയിട്ട് 2 മണി കഴിഞ്ഞ ആളുകൾ പോരണം അവിടുന്ന്. ആ സ്ഥിതി എന്താ മാറ്റാത്തത്? ഇവര് ഒന്നും ചെയ്യാത്ത NDA സർക്കാരും ഒട്ടും വികസനം ചെയ്യാത്ത LDF സർക്കാരും ഈ വളാഞ്ചേരി വികസനം കാണുമ്പോൾ കുരു പൊട്ടാണ്. ഒരു CPMന്റെ വളാഞ്ചേരിയിൽ ചിഹ്നം കൊടുത്താൽ ആൾക്കാരെ അടിച്ചാട്ടുന്ന വിശ്വാസം കൊണ്ടാണ് ആകെ 1, 2, 3 ഡിവിഷനിൽ ലീഗിന് വിമത സ്ഥാനാർത്ഥി ഉണ്ടെന്ന് കൂടെ പറയണം. യൂത്ത് ലീഗിന്റെ നേതാവിന്റെ ഉമ്മ വിമതനായി മത്സരിക്കുന്നുണ്ട് ഈ വളാഞ്ചേരിയിൽ, അത് മറക്കണ്ട. ഇപ്പം അതിൻ്റെ എത്ര രൂപ കരാറുകാരന് കൊടുത്തു പറഞ്ഞപ്പോൾ അവിടെ ഉണ്ട്. പക്ഷെ അതിൻ്റെ മറുപടി എൻ്റെ അടുത്തുണ്ട്. 2,05,000 രൂപ ഇപ്പോൾ കരാറുകാരൻ കൈപ്പറ്റിയിട്ടുണ്ട്. 2.5 കോടി രൂപയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ രണ്ടാമതൊരു വിഷയം കൂടി,
ഇപ്പോൾ മറ്റേ കൊട്ടാരത്തൊരു സ്റ്റേഡിയം ഉണ്ട്, സ്റ്റേഡിയം അല്ല ടർഫ്, അതിന് എത്ര രൂപ ചിലവായി എന്നും കൂടി അറിയാൻ താല്പര്യമുണ്ട്. വളാഞ്ചേരിയിലെ ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ആ സ്റ്റേഡിയം വന്നതോടുകൂടി ഇവിടുത്തെ യുവാക്കൾ മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൂടെ വന്ന് അതിൽ കുറേ ആളുകൾക്ക് ഇപ്പോൾ നേരത്തെ താഹിർ ആരോ പറഞ്ഞതുപോലെ ആ പൊട്ടൽ നല്ല നടന്നിങ്ങനെ. അപ്പോൾ എന്തായാലും ഇവിടെ ഈ പരിസര പ്രദേശങ്ങൾ ഇവർ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഈ ഇത്ര 85 മീറ്റർ നീളവും 45 മീറ്റർ വീതിയിലുള്ള ഇത്തരം ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, ഇവർ പറഞ്ഞ ടർഫൊന്നുമല്ല, ആർട്ടിഫിഷ്യൽ കൃത്യമായിട്ട് അതിൽ പുല്ല് വെച്ച ഏറ്റവും മനോഹരമായ സ്റ്റേഡിയം ഇവിടെ കാണിച്ചു തന്നാലേ പറയുന്ന രീതിയിൽ കാണുമെന്ന് പറയണം. നെഞ്ചട പെർമിഷൻ പോലും മാറ്റാതെയാണ് അവിടെ ഇതുണ്ടാക്കിയിട്ടുള്ളത്. ഒരു കാര്യം അത് പറയട്ടെ, വർഷങ്ങളായി VFA എന്ന് പറയുന്ന വളാഞ്ചേരി ഫുട്ബോൾ അസോസിയേഷന്റെ കൈവശം ഉണ്ടായിരുന്ന ഭൂമിയാണത്. ആ ഭൂമി TP അബ്ദുൽ ഗഫൂർ എന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസിഡന്റ് ഭരിക്കുമ്പോഴാണ് 2010 ആ സ്ഥലം വാങ്ങിയത്. ആ സ്ഥലം വാങ്ങി 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഏകദേശം 15 ദിവസം മുമ്പ് ഇത് കുറേ മേനി പിടിപ്പിക്കുന്ന പച്ചപ്പൊക്കെ നടത്തി ഒരു ഉദ്ഘാടന മാമാങ്കം നടത്തി. ഇതിൻ്റെ ഫണ്ട് ഇവിടെ നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ ചോദിച്ചതുപോലെ ഇതിൻ്റെ ഫണ്ട് എവിടെ നിന്നാണ് എന്നുള്ളത് നാട്ടുകാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരസഭയിൽ വിവരാവകാശ പ്രകാരം ചോദിച്ചാൽ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ. അതെയോ, ആ നഗരസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട ആള് പറഞ്ഞു, ഇത് ചാനലിന് മുമ്പിലാണ് പറയുന്നത്, ഇവിടുത്തെ പൊതുജനങ്ങൾ കൊടുത്ത ഒരു വിവരാവകാശ പ്രകാരം കൊടുത്ത മറുപടി ആ സ്റ്റേഡിയം ഉണ്ടാക്കാൻ ഒരു ഫണ്ടും നീക്കി വെച്ചിട്ടില്ല. അത് എവിടുന്നാണ് ഈ ഫണ്ട്? അത് പറയാൻ ഇവർക്ക് ഉത്തരവാദിത്തമുണ്ട്, ബാധ്യത ഉണ്ട്. ഒരു ഫണ്ടും വിവരാവകാശ രേഖയാണ് ഞാൻ പറഞ്ഞത്. വിവരാവകാശ രേഖയാണല്ലോ അവിടെ ഗ്രൗണ്ടിന്റെ പണി പൂർത്തിയായിട്ട് എല്ലാം കഴിഞ്ഞത്. ഒരു ഫണ്ടും വെക്കാതെയാണോ? എന്തൊരു അസംബന്ധമായ ചോദ്യമാണ് ചോദിക്കുന്നത്. വിവരാവകാശത്തിൽ നിന്ന് വളാഞ്ചേരി വിവരാവകാശ ഒരു സ്വാഭാവികമാണ്, ഒരു പണി കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് കൊടുക്കുള്ളൂ, സ്വാഭാവികമാണ്. അത് മറുപടിയല്ല, ഇതെന്നെ കള്ളത്തരം. കാരണം നഗരസഭ പറയുന്നു ഫണ്ട് നീക്കി വെച്ചിട്ടില്ല. സ്റ്റേഡിയം ഉണ്ട്, അത് അവരോട് ഈ ജനങ്ങള് ഈ യുവാക്കൾ മറുപടി നൽകുന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. ചരിത്രത്തിലില്ലാത്ത രീതിയിൽ ഇടതുപക്ഷം, കാരണം ഇവിടെ 6-6 ടോസിൽ ഭരിച്ചതാണ്. കഴിഞ്ഞ 10 വർഷം മുൻപ് LDFന്റെ ഭരണസമിതിയായിരുന്നു. മാർക്സിസ്റ്റ് ഇടതുപക്ഷത്തിന് വലിയ വളക്കൂറുള്ള മണ്ണായിരുന്നു. ഇത്ര തകർന്നടിഞ്ഞ് 34 ഡിവിഷനിൽ 24 ഡിവിഷനിലും കൊട, വടി, ചടി, ജീപ്പ്, കപ്പുശാസ്ത്രം എന്ന രീതിയിൽ ഇത്ര ദുർബലമായി ഒരു 4 സീറ്റിലാണ് LDF പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. ബാക്കിയൊക്കെ വ്യത്യസ്ത ജീപ്പ്, കുട, കപ്പുശാസ്ത്ര. ഇത്ര ദുർബലമായ LDF അത് വളാഞ്ചേരി നഗരസഭ ചെയർമാൻ UDFനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഒറ്റ ചോദ്യം, ഒട്ടേറെ വികസനങ്ങൾ നിങ്ങളിവിടെ പറഞ്ഞു, ഒരുപാട് വികസനം, സ്റ്റേഡിയം, ടർഫ് എന്നൊക്കെ പറഞ്ഞു, അവിടെ പോയി നോക്കിയറിയാം. ഇതൊക്കെ ഏജൻസികളാണ്. സർക്കാരിൻ്റെ കീഴിലുള്ള കെല്ല്, സിൽക്ക്, സിഡ്കോ എന്ന ഏജൻസികളാണ് പല പദ്ധതികളും. ഞാൻ പറയാം, ഏജൻസികളാണ്. പക്ഷെ ഞങ്ങളുടെ അവിടെ മൂച്ചിക്ക ബൈപ്പാസ് ഒരു ഏജൻസിയാണ് എടുത്തിട്ടുള്ളത്. ഒരു പ്രവാസി സംഘം, പ്രവാസി സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി രേഖാപരമായിട്ട് എടുത്തതാണ്. മഴയാണ്, പക്ഷെ മഴ ആണെങ്കിൽ പോലും അതിൻ്റെ പാച്ച് വർക്ക് കാര്യങ്ങൾ നടക്കുക. ആ പ്രവാസി സംഘത്തിലെ അംഗങ്ങൾ ആരൊക്കെയെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒന്ന് വിശദീകരിക്കാമോ? ഈ ഏജൻസികളുടെ ഒക്കെ MD ആയിട്ട് ഇരിക്കുന്നത് CPMന്റെ സമുന്നതരായ നേതാക്കളാ. അവരാണ് ഈ വർക്കൊക്കെ എടുത്തിട്ടുള്ളത്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ് ഇവിടുത്തെ ഈ ഏജൻസി വർക്കിൽ എടുക്കുന്നത്. ഇവിടുത്തെ ശങ്കരമാഷ് അടക്കമുള്ള ആരോപണം പറയുമ്പോൾ അതിനും വലിയ ഗുരുതരമായ ആരോപണം ഞാൻ പറയട്ടെ. വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാന്റെ പിന്തുണയിലാണ് പല ഏജൻസികളും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ പണം മുഴുവൻ അവിടെ എത്തിയിട്ടുണ്ട്. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ വന്ന ഒരു രാഷ്ട്രീയം കൂടെ പറയട്ടെ. വളാഞ്ചേരിയിലെ ഇടതുപക്ഷത്തിന് വലിയ മേൽക്കൂര, കണ്ണൂരും അതുപോലെ തന്നെ പാലക്കാടും കൊല്ലമൊക്കെയാണ് വളാഞ്ചേരിയിലെ CPM എന്നാണ് എന്റെ സുഹൃത്തോടെ പറഞ്ഞത്. 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് 5 കൊല്ലം ഞങ്ങൾ ഇവിടെ ഭരിച്ചത്. അവിടെ വന്ന ചോദ്യത്തിന് മറുപടി പറയട്ടെ. 40 കൊല്ലത്തിൽ ആകെ 5 കൊല്ലാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരിച്ചത്. പിന്നൊക്കെ ഭരിച്ചത് മറ്റേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തന്നെയാണ്.
ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗിന് വിമതരുടെ ഒരുപാട് കൂട്ടർ, യൂത്ത് ലീഗിന്റെ നേതാവ് അതൊക്കെ പറയുമ്പോ ഒരു കാര്യം കൂടി പറയാം. അല്ല, ഇതൊക്കെ പറയുമ്പോ മുസ്ലിം ലീഗിന് സ്വതന്ത്ര ചിഹ്നത്തിൽ കോടാവടി എന്ന് പറഞ്ഞല്ലോ. ടർഫിനെ കുറിച്ച് പറയുമ്പോ തൊട്ടടുത്ത് കരിങ്കല്ലത്താണ് വേളിക്കുളം പാർക്കിനെ കുറിച്ച് പറയുന്നില്ല. 1,34,72,000 രൂപയ്ക്ക് നിർമ്മിച്ചുള്ള വേളിക്കുളം പാർക്കുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയാ ഒരു സൈക്കിൾ നിർത്താൻ പോലുള്ള സ്ഥലം പോലും ഇല്ല. അതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കണില്ല. ഉദ്ഘാടനത്തിന്റെ പിറ്റേന്നാണ് ഒരു കുട്ടിയുടെ തലയിലേക്ക് ഒരു ഊഞ്ഞാല് പൊട്ടി വീണത്. അതുകൊണ്ടാണ് അവർ പറയാൻ ധൈര്യപ്പെടാത്തത്. ചെയർമാന്റെ വാർഡിനകത്ത് വളാഞ്ചേരി നഗരസഭയുടെ ചെയർമാന്റെ വാർഡിനകത്ത് തിണ്ടല റോഡ് എടുത്തിട്ടുള്ളത് ആരാ? കരാർ എടുത്തിട്ടുള്ളത് ഏജൻസിയാണോ? ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ? കാരാട് റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ടോ? കാളിയല റോഡ് പൂർത്തീകരിച്ചിട്ടുണ്ടോ? അതെന്താ ഏജൻസി എടുത്തതുകൊണ്ടാ? ബഹുവർഷ പദ്ധതി വെച്ച് അതല്ല, ഏജൻസി എടുത്തുകൊണ്ടല്ല. കാളിയല നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെ കെയർ കോളേജ് റോഡ് നടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈസ്കൂൾ റോഡ് എന്താ ആരെടുത്തതുകൊണ്ടാണ് നടക്കാത്തത്? നിങ്ങളുടെ സമയം മുഴുവൻ കഴിഞ്ഞു. നിങ്ങളുടെ കൗൺസിലർ എന്നുള്ള സമയം മുഴുവൻ കഴിഞ്ഞിട്ടും ആ പദ്ധതി ഒന്നും നടപ്പായിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ഏജൻസി എടുത്തതുകൊണ്ട് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ടാറിംഗ് നടന്നിട്ടില്ല. അല്ല, ഒരു കാര്യമാണ് ചോദിക്കണം. ഞാനിപ്പോ ഈ സുഹൃത്ത് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഇപ്പൊ ഈ കരാറെടുത്ത പ്രവാസി സഹകരണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ പേര് ഒരാൾ രാജീവാണ്, ഒരാൾ ശങ്കരൻ മാഷാണ്. അത് ശരിയാണോ തെറ്റാണെന്ന് സാറൊന്ന് പറയണം. ഇത് പറയാൻ താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഏജൻസി താങ്കളുടെ നഗരസഭയിലുള്ള ഒരു വികസന പദ്ധതി ഒരു ഏജൻസി എടുത്തു, സൊസൈറ്റിക്ക് ആർക്കും നടത്താം. ആ ഏജൻസി എടുത്തതിന് ശങ്കരനാണോ രാജീവാണോ അല്ലെങ്കിൽ വേറെ ആളാണോ മുജീബാണോ എന്നല്ലല്ലോ ചോദ്യം. ചോദ്യം എന്താണ്? ഇവരെന്നെ പറയുന്നത് CPM-ന്റെ നേതാക്കന്മാരിരിക്കുന്ന ഏജൻസിയാണ് എടുക്കുന്നതെങ്കിൽ ഇതുവരെ ഇവർ പറഞ്ഞത് കേരളത്തിൽ CPM ഭരിക്കണോണ്ട് ഒരു വികസനം നടത്താൻ സമ്മതിക്കണില്ല എന്നാണ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് പദ്ധതി ഞങ്ങൾ തരില്ല, അത് ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയാതെ നടത്താൻ ഇവർ തയ്യാറാവാഞ്ഞത്? അല്ലാതെ കച്ചവടത്തിന്റെ ബിസിനസിനെ അത് മുനിസിപ്പൽ ചെയർമാനെതിരെ ഓംബുഡ്സ്മാന് പരാതി കൊടുക്കുകയും ഈ വിഷയങ്ങളിലൊക്കെ തന്നെ പരാതി കൊടുക്കുമ്പോൾ ഓംബുഡ്സ്മാന്റെ മുമ്പിൽ എത്തുമ്പോൾ പറയുന്നത് ഇത് വിവിധങ്ങളായിട്ടുള്ള ഏജൻസികൾ നടത്തുന്നതാ, ചെയർമാന് പങ്കില്ല എന്ന് പറഞ്ഞ് തടി തപ്പാൻ വേണ്ടിയുള്ള ഒരു തട്ടിക്കൂട്ട് കമ്പനികളാണ് ഇത്തരത്തിലുള്ള എല്ലാ കമ്പനികളും. ഒരു കാര്യം പറയാം, സിൽക്ക് FIT പോലുള്ള കമ്പനികളൊക്കെ തട്ടിക്കൂട്ട് കമ്പനികളാണെന്ന് പറഞ്ഞാൽ അതിന്റെ മുൻനിരയിൽ നിൽക്കുന്ന MD-മാരൊക്കെ CPM-ന്റെ സമുന്നത നേതാക്കളാണ്. അപ്പൊ അത് തട്ടിക്കൂട്ടാണെന്ന് പറയേണ്ട ഉത്തരവാദിത്വം സൊസൈറ്റികളാണ് എന്ന് ഞാൻ പറഞ്ഞതല്ല. ഇവരെന്താ പറഞ്ഞത്? കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇവിടെ വികസനം നടത്താൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടുത്തെ വികസനമൊക്കെ നടത്തിയത് ആരാ? കേരളത്തിലെ ഈ പറയുന്ന ഏജൻസികളെ വെച്ചുകൊണ്ടാണെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവർ പറയാണ് ഇതിന്റെ ഒക്കെ പൊട്ടിച്ചാടിയതിന്റെ ഒക്കെ ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടാണ് ആ ഏജൻസി അത്തരം ഏജൻസികളുടെ പ്രവർത്തനം? മുജീബ്, ഞാൻ ചോദിക്കട്ടെ, അങ്ങനത്തെ ഏജൻസികളുടെ പ്രവർത്തനം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനും ഒരു പ്രമേയം അവതരിപ്പിക്കാനും എന്തേ നിങ്ങളെ ഭരണസമിതിക്ക് ഇതുവരെ കഴിയാതെ പോയി? 40 കോടി റുപ്യയുടെ ഓൺ ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നഗരസഭ ഭരണസമിതി വലിയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിനേക്കാൾ അപ്പുറമുള്ള പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ഇവർ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പിന്നെ ഏജൻസികളുടെ വർക്ക് പറഞ്ഞു. ഏജൻസികളുടെ ഒക്കെ വർക്കുകൾ ഞങ്ങൾ ഇതൊക്കെ വളരെ സുതാര്യമാണ്. ഇത് ഗവൺമെൻറ് കൃത്യമായിട്ട് ഇത്തരം ഏജൻസികൾക്ക് കൊടുക്കാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്ത പദ്ധതികളാണ്. ഈ പദ്ധതി എല്ലാം നിയമപരമായി. ഇവർക്ക് ഏത് അന്വേഷണം, ഇവിടെ കുറെ കാലമല്ലോ അഴിമതി, അങ്ങനെ ഒരു തെളിവ് ഇതുവരെ ഹാജരാക്കാൻ ഇവർക്ക് പറ്റുമോ? ഇവരുടെ ഈ ഭരണസമിതിയുടെ 5 വർഷത്തെ കാലത്തിൽ ഒരു നയാ പൈസ ഈ വളാഞ്ചേരിയിൽ ഒരു വികസനവും നടപ്പിലാക്കാൻ പറയുന്ന ജനങ്ങളുടെ ഒരു വികസനം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. നമുക്കിനി അടുത്ത മാസം 11-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് അല്ലേ നമ്മളെ ജില്ലയിൽ. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിനെ നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ
എന്താണ് പുതിയതായിട്ട് ഈ വളാഞ്ചേരിയുടെ വികസനത്തിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തുടങ്ങി വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്താണ് ഒരു പ്ലാൻ ജനങ്ങളുടെ മുമ്പിലേക്ക് എന്താണ് പ്രധാനമായിട്ടൊരു ഒരു പറയത്തക്ക, അതായത് എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന രീതിയിൽ ഭാവിയിലേക്ക് കണ്ടുകൊണ്ടുള്ള ഒരു വിഷൻ ആയിട്ടുള്ള ഒരു എന്ത് പദ്ധതിയാണ് നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഈ 5 വർഷക്കാലം നടത്തിയത് വലിയ പദ്ധതികളാണ്. ആ പദ്ധതിയുടെ പ്രവർത്തനം ചിലതൊക്കെ നമ്മൾ തുടങ്ങി വെച്ചത് അവസാനിപ്പിക്കേണ്ടതുണ്ട്, കൃത്യമായി അവസാനിപ്പിക്കും. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ഇറങ്ങിപ്പോകാൻ പറ്റും. കാരണം എന്താ അറിയോ, ഈ അടുത്തതിലേക്ക് വരാൻ പറ്റും. എന്താ കാരണം, ഈ സാധുക്കളായ മനുഷ്യർക്ക് 3 സെൻറ്റ് പോലും കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് നഗരസഭയുടെ ഓൺ ഫണ്ട് വെച്ചുകൊണ്ട് 100ഓളം ആളുകൾക്ക്, ഭവനരഹിതരായ ആളുകൾക്ക് സ്ഥലം കൊടുത്തിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ഇതുപോലെ നിരവധി പദ്ധതികൾ, PMAY പ്രകാരമുള്ള പദ്ധതികൾ, ഇതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളുടെ മനസ്സിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വരണം എന്ന വലിയ താല്പര്യമുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, 30 സീറ്റിലടുത്ത് ഈ ഭരണസമിതി അധികാരത്തിൽ വരും. വലിയൊരു വിഷൻ ഉണ്ട്, അത് ജനങ്ങൾക്കറിയാം. എന്താണ് LDF അടുത്ത ഭരണത്തിൽ വന്നാൽ ഇവർ നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ അഴിമതി കാര്യങ്ങളും ആദ്യം അന്വേഷിക്കാൻ ഈ നഗരസഭ വരുന്ന കൗൺസിൽ തയ്യാറാവും. 2 ജനദ്രോഹപരമായ കാര്യങ്ങൾ. രണ്ടാമത്, ഈ നഗരസഭയിലെ 3000ഓളം വരുന്ന കുടുംബശ്രീ അംഗങ്ങളുണ്ട്. വലിയൊരു വനിതാ കൂട്ടായ്മയാണ്. 300ഓളം യൂണിറ്റുകൾക്ക് അവർക്കുണ്ട്. ആ വീട്ടമ്മമാരെ അവരുടെ വൈവിധ്യമായ വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനമൊക്കെ നൽകിക്കൊണ്ട് ഈ നഗരസഭയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിയ പദ്ധതികൾ ആ വഴിയിലൂടെ ഞങ്ങൾ കൊണ്ടുവരും. ഇവിടുത്തെ ഗതാഗത കുരുക്ക്, ഇവരെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള വട്ടപ്പാറ സർവീസ് റോഡുണ്ട്. ഇവരുടെ കഴിവുകേട് കൊണ്ട് മാത്രം നഷ്ടപ്പെട്ടു പോയ, അഥവാ ഈ ജനപ്രതിനിധി അടക്കം ശ്രദ്ധിക്കാത്തതോ അല്ലെങ്കിൽ ബോധപൂർവം ഒഴിവാക്കിയിട്ടുള്ളതോ വട്ടപ്പാറ സർവീസ് റോഡ് പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി ആ പ്രദേശത്തെ ആളുകൾക്കുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തും. ഇവിടുത്തെ ട്രാഫിക് പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം. ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് പുതുതായി ഉണ്ടാവേണ്ടതുണ്ട്. ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾക്ക് പ്രത്യേക പാർക്കിംഗ് സംവിധാനം വേണം. മോട്ടോർ തൊഴിലാളികൾക്ക് പ്രത്യേക സംവിധാനം വേണം. ആധുനിക അറവുശാല ഉൾപ്പെടെ വളാഞ്ചേരി ടൗണിലെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി, അതുപോലെ തന്നെ മത്സ്യമാംസ മാർക്കറ്റ് വിപുലപ്പെടുത്തി ഈ വളാഞ്ചേരിയെ ഇതുവരെ ഒരു അവാർഡ് പോലും തട്ടിക്കൂട്ടി എവിടെന്നോ ഈ നാട്ടിലത്തെ ആരോ ഒരാൾ ഡയറക്ടറായിട്ടുള്ള ഒരു അവാർഡ് വാങ്ങിയ പോലല്ല, ഈ രാജ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും അവാർഡ് വാങ്ങി നാളെ അഭിമാനപൂർവ്വം തലയുയർത്തി നിൽക്കുന്ന ഒരു നഗരസഭയാക്കി വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയെ മാറ്റും. മാത്രമല്ല, ഇവർ ആത്മവിശ്വാസം പറയുന്നത് 34 വാർഡ് ഞങ്ങൾ 30-ൽ ജയിക്കുന്നതാണ്. അതെന്നെ കേൾക്കുന്ന ആളുകൾക്കറിയാം. എല്ലാം 5 സ്ഥലത്തേറ്റ് അവർ സ്വതന്ത്രന്മാരെയാണ് മത്സരിപ്പിക്കുന്നത്. ഇവിടെ നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചപ്പോൾ കൊടാവടി, ഞങ്ങൾക്ക് കൊടാവടി ഇല്ല. ഞങ്ങൾ ജീപ്പിലും കപ്പും സാസറിലും അരിവാൾ ചുറ്റികളിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. കൊടാവടി വെച്ചുകൊണ്ട് ഇത്രയും കാലം ഇല്ലാത്ത ആളുകളെ സ്വതന്ത്രരായി മത്സരിപ്പിക്കുകയും വേറെ ചില ആളുകൾക്ക് സ്ഥാനാർത്ഥികൾ ഇട്ട് കൊടുക്കാതെ സർവ്വസ്വതന്ത്രനായി പിന്നിൽ നിന്ന് പിന്തുണ കൊടുത്ത് അതുകൊണ്ടാണ് 4 ഞങ്ങൾ വിട്ടിട്ടുണ്ട് എന്നവർ പറയാൻ കാരണം. ഒരു സംശയവും വേണ്ട, തീർച്ചയായും മുഴുവൻ വാർഡും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുകയും ആ മുഴുവൻ വാർഡ് ജയിച്ചിവിടെ സമ്പൂർണ്ണമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഭരിക്കുമെന്നാണ് ഞങ്ങൾക്ക്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്? ഭാരതീയ ജനതാ പാർട്ടി നമ്മുടെ സംസ്ഥാനം മുഴുവൻ ഒരു വികസിത കേരളം സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഒരു വികസിത വളാഞ്ചേരിയും നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അത് നമുക്ക് വികസിത വളാഞ്ചേരി എന്ന് പറയുമ്പോൾ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറിയതുകൊണ്ട് മാത്രമായില്ല. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ ഒന്നാമത്തെ ഇത് പറയുമ്പോൾ തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് ഒരുപാട് തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ ഇന്ന് രാജ്യത്താകമാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നമ്മൾ വളാഞ്ചേരി കൊണ്ടുവരും. മറ്റൊന്ന് നമ്മളറിയാം, നമ്മുടെ നാട്ടിൻ്റെ നട്ടലായിട്ടുള്ള കർഷകർ, ആ കർഷകർക്ക് ഇന്നൊരു കാർഷിക ചന്ത എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ വളാഞ്ചേരിയിലില്ല. അത്തരത്തിലൊരു കാർഷിക ചന്ത വളാഞ്ചേരിക്ക് അനിവാര്യമായിരിക്കുകയാണ്. അത്തരത്തിലുള്ള കാർഷിക ചന്തകൾ നമ്മുടെ വളാഞ്ചേരിയിൽ കൊണ്ടുവരും. മറ്റൊന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം അത് പൊട്ടിപ്പൊളിഞ്ഞ് അത് ചെറിയ ചെറിയ പൈസകൾ അതിൽ മുടക്കി അത് പൂർണ്ണമായിട്ട് അത് ഗ്രാമീണ റോഡുകളുടെ ഒരു ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന രീതിയിൽ ഇന്ന് വരെ മുനിസിപ്പാലിറ്റി ഭരിച്ചവർക്ക് സാധ്യമായിട്ടില്ല. അതുകൊണ്ട് വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയും അത് ഗതാഗത യോഗ്യമാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതി, അമൃത് കുടിവെള്ള പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് കുടിവെള്ള പദ്ധതി പൂർണ്ണമായിട്ട് നടപ്പിലാക്കും. അതുപോലെ തന്നെ നഗര സഞ്ചയ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധങ്ങളായിട്ടുള്ള വ്യവസായങ്ങളും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളും പാവപ്പെട്ടവരുടെ ജീവൽ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിവിധങ്ങളായിട്ടുള്ള
പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടി വികസിത വളാഞ്ചേരി സൃഷ്ടിക്കുന്നതിന് വേണ്ടി NDA വിജയിച്ചു വന്നാൽ മുന്നോട്ട് നമുക്കിവിടെ ഈ ചർച്ച നമ്മൾ കൂടെ അവസാനിക്കാൻ പോവുകയാണ്, ലാസ്റ്റ് മിനിറ്റിലേക്ക് പോവുകയാണ്. ഏതായാലും 3 പേരും അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ വളാഞ്ചേരി നഗരസഭ നല്ലൊരു നഗരസഭയായി മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. നമുക്കിവിടെ ഇനിയുള്ള ചർച്ചകളൊക്കെ നമ്മൾക്ക് ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിലെ പ്രതിനിധികൾക്കും ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.